നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിനെ ആർക്ക് വേണം നിങ്ങളുടെ നന്ദി? ആദ്യം കാശ്, എന്നിട്ട് മതി ചിത്രം കൈമാറുന്നത്. താനേ ഒരു ചെകുത്താനാ, അതെനിക്ക് നന്നായിട്ടറിയാം. തന്നെ ഇനി ഒരിക്കലും കാണരുതെന്നാ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ പടങ്ങൾ വരച്ചത് ചിത്രകല എന്റെ തൊഴിലായതുകൊണ്ട് മാത്രമാ. മതി മതി, നീ ചെയ്ത തൊഴിലിനുള്ള ശമ്പളം എത്രയാണെങ്കിലും ഞാൻ തരാന്ന് പറഞ്ഞാണല്ലോ. പിന്നെ എന്തിനാണ് ഈ അധിക പ്രസംഗം? അധിക പ്രസംഗമാണോ ആവശ്യ പ്രസംഗമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എന്റെ ഈ കൈകളെ ഈശ്വരൻ അറിഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടതാ ഭൂമിയിലേക്ക്. അതുകൊണ്ട് എന്റെ വില ഞാനാ തീരുമാനിക്കുന്നത്, താനല്ല. ശരിടാ, ഒരു പടത്തിന് 1 ലക്ഷം വെച്ചല്ലേ നീ അപ്പോ ചോദിച്ചത്? അത്യാർത്ഥമുണ്ട് നീ ചോദിച്ച എല്ലും കഷ്ണം വലിച്ചെറിഞ്ഞേറെ മേഘൻ സാറിന് റെഡിയാണല്ലോ. ദേ ഇരിപ്പുണ്ട് നിന്റെ പണം. ആ 2 ലക്ഷം എടുത്ത് കൊടുത്തേക്ക്. അതും വാങ്ങി ചിത്രങ്ങൾ ഏൽപ്പിച്ച് വേഗം സ്ഥലം വിട്ടോണം. ഇനി മേലിൽ നീ എന്റെ കൺമുന്നിൽ വന്നേക്കരുത്. അങ്ങനെ 2 ലക്ഷം ഉലുവേലേ എന്നെ വിലക്കെടുക്കാന്ന് കരുതണ്ട ആരും. കഴിഞ്ഞ തവണ 3 ചിത്രങ്ങളാണ് ഞാൻ വരച്ചത്. അവയെല്ലാം താൻ നശിപ്പിച്ചു. എനിക്ക് ഭ്രാന്ത് കയറി ഞാൻ വരച്ചതാണെന്നാ താൻ പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ അതൊക്കെ? അന്ന് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ചിത്രങ്ങളുടെ പണം കൂടി ഇന്ന് ഞാൻ തന്നെ കൊണ്ട് എണ്ണി വയ്പ്പിക്കും. ഓ, ഇപ്പോഴത്തെ 2ഉം അപ്പോഴത്തെ 3, അങ്ങനെ രൂപ 5 ലക്ഷം എന്റെ കൈവെള്ളയിൽ വച്ച് തന്നേ പറ്റൂ. എങ്കിലേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് കണി കാണാൻ തരൂ ഞാൻ. ഓ, അപ്പം വെൽ പ്ലാൻ ചെയ്തിട്ടാണല്ലേ നിന്റെ വരവ്? സന്ദർഭം വെച്ചൊരു വില പേശം. എത്ര പണം വേണമെങ്കിലും ചോദിച്ചോളാൻ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പക്ഷെ ഇപ്പോഴത്തെ നിന്റെ ഈ വെല്ലുവിളിക്ക് ഞാൻ തല കുനിച്ചാൽ ഈ മേഘനാഥൻ ആണല്ലാതായി പോകും. അതുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇവിടെ വച്ചിട്ട് ആദ്യം പറഞ്ഞ തുകയും വാങ്ങി പോവാൻ നോക്ക്. പെട്ടെന്നാവട്ടെ. നടക്കില്ല സാറേ, നടക്കില്ലത്. ഉള്ള 5 ലക്ഷം എന്റെ ഈ കയ്യിൽ തരാതെ നിങ്ങളെ ഈ പടം പോലും കാണിക്കില്ല ഞാൻ. വെറുതെ വാശി കാണിക്കരുത് എന്നോട്. ആ അതെ, അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. 1 രൂപ കൂടി അധികം ഞാൻ തരില്ല നിനക്ക്, അഹങ്കാരി. വരച്ച പടം ഇവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഭീഷണിയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, ഭീഷണി തന്നെയാ. മര്യാദയ്ക്ക് അതവിടെ വയ്ക്കാതെ നീ ഇനി ഈ മുറിയിൽ നിന്ന് തിരിച്ചു പോവില്ല. സംശയമുണ്ടോ തനിക്ക്? ഒരു സംശയവുമില്ല. താൻ ചതിക്കാൻ മടിയില്ലാത്തവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അതിന്റെ മറുപടി ദാ ഇതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.